ഹായ് ഹലോ. പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ എനിക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വേറൊന്നുമല്ല, വീട്ടിലെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ചു ഗ്യാസിന് വേണ്ടിയിട്ട്, പക്ഷേ എവിടുന്നും കിട്ടാനില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് എവിടുന്നും ഗ്യാസ് കിട്ടാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഒരു ഇഞ്ചക്ഷൻ കുക്കർ അങ്ങ് വാങ്ങിച്ചു. കാരണം ഉച്ചയ്ക്ക് മുമ്പേ തീർന്നായിരുന്നു, ഒന്നും വേവിക്കാൻ പറ്റിയില്ല. വിറകടുപ്പാണെങ്കിൽ വെള്ളം വീണിട്ട് മഴവെള്ളം കാരണം അതും കത്തിക്കാൻ പറ്റണില്ല. അങ്ങനെ മുഹമ്മദ് ആക്കാരെടുത്ത് വിളിച്ചു പറഞ്ഞു, കാക്ക നിങ്ങൾ വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ കുക്കറും കൂടെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞേ, വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും കാക്ക അടുപ്പം കൊണ്ട് വന്നു കേട്ടോ. ആദ്യം കാക്കായെ വിളിക്കണത് ഗ്യാസ് സിലിണ്ടറിനായിരുന്നു. അപ്പോൾ അത് എല്ലായിടത്തും അന്വേഷിച്ചില്ലാത്തതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കറണ്ട് അടുപ്പ് വയ്ക്കാനുള്ള സ്വിച്ച് ബോർഡ് ശരിയുണ്ടായിരുന്നില്ല, അതും കൂടെ കാക്ക ശരിയാക്കി തന്നു. അങ്ങനെ രാത്രി ദോശയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി. ആദ്യം തന്നെ വെറുംചായക്ക് വെള്ളം വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് സാധാ കറണ്ട് അടുപ്പ് പോലെ അല്ല, ഇതിൽ നമുക്ക് എല്ലാ പാത്രവും യൂസ് ചെയ്യാം കേട്ടോ. മൺചട്ടി, ഇരുമ്പ്, പിന്നെ സ്റ്റീല്, അലുമിനിയം അങ്ങനെയുള്ള എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴേക്ക് പെരുന്നാൾ പാട്ടൊക്കെ വെച്ച് എനിക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞു തന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇറച്ചിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ സ്പെഷ്യലി ഇറച്ചിക്കറിയും ദോശയായിരുന്നു കേട്ടോ. പിന്നെ ഒറ്റ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി സമയം എടുക്കും വേവിച്ചെടുക്കാൻ. കാരണം ഇറച്ചിക്കറി ആയാലേ അടുത്തത് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ അടുപ്പുള്ളൂ, അതേ ഉള്ളൊരു പാട്. പിന്നെ ഞാനിത് ഇറച്ചിക്കാണ് കേട്ടോ മസാല വറക്കണത്. അങ്ങനെ മസാലയൊക്കെ ഇട്ടു, ഏതാണ്ട് ഇറച്ചിക്കറി റെഡിയായി. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ തയ്യാറായിട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നെച്ചോറായിരുന്നു. വെളിയിലോട്ട് നോക്കിയപ്പോൾ അതാ ഒരു രക്ഷയില്ലാത്ത മഴ, ഞെരിച്ച മഴയായിരുന്നു കേട്ടോ. പിന്നെ അഹമായ അതിനൂസ് റെഡിയായി വെളിയിലങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വെളിയിലങ്ങ് നിർത്തിയിട്ടാ. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാനും കൂടെ റെഡിയായി. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമാണത് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരെ ടാറ്റാ ബൈ.